ഗുഡ് ഡേ. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് കണ്ടോ? സൂഫി മന്തി. ഞാൻ ഇതുവരെ സൂഫി മന്തി ട്രൈ ചെയ്തിട്ടില്ല. എന്തോ ഭാഗ്യം കൊണ്ട് വിശന്നിട്ട് കറക്റ്റ് വന്ന് ചവിട്ടിയത് സൂഫി മന്തിയുടെ വാതിക്കൽ തന്നെ. എനിക്ക് ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ് മന്തിയും ബിരിയാണിയും. പിന്നെ പൊറോട്ടയും ബീഫും അതൊക്കെ വേറെ. ഇപ്പം നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. പുറത്തുനിന്ന് തന്നെ നമ്മളെ ആരോ ഇങ്ങനെ വലിച്ചകത്തിടുന്ന പോലെ മയണൈസിൻ്റെയും റൈസിൻ്റെയും ഒക്കെ ഫ്ലേവർ കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഓടി സീറ്റിൽ വന്നിരുന്നു. മെനു ആണ്, കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും ഓർഡർ ചെയ്യാൻ നോർമൽ ചിക്കൻ മന്തിയാണ്. അതിൽ നിന്നൊരു ഇച്ചിരി മാറ്റി എന്തോ 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 ഒരു പേരുണ്ടായിരുന്നല്ലോ, എന്തോ ഒരു ചിക്കൻ, എനിക്കൊന്ന് ചിക്കൻ മധൂത്ത്, അതും ഒരു മട്ടൻ മന്തി ഓർഡർ ചെയ്തു. സെയിം റൈസാണ് രണ്ടിൻ്റെയും. റൈസിന് വ്യത്യാസമൊന്നുമില്ല, മീറ്റ് മാത്രം വ്യത്യാസമുള്ളൂ നമ്മൾ ഓർഡർ ചെയ്യുന്ന മസാലാസിൻ്റെ അനുസരിച്ച്. ഞാൻ സെർവ് ചെയ്യാണ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഒരു ചരുവത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ചരുവത്തിന് ഒരുപാട് ആഴമൊന്നുമില്ല. 2 പേർക്ക് ഇല്ല കഷ്ടിച്ച് 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ആഴമേ ഉള്ളൂ ഈ ചരുവത്തിന്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് ചോറ് അതിനകത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ റൈസിൻ്റെ ഫ്ലേവർ ഭയങ്കര മൈൽഡ് ഫ്ലേവറായിരുന്നു. ഒന്നിൻ്റെയും കുത്തലും എടുത്ത് നിൽക്കാത്ത മൈൽഡ് ഫ്ലേവർ. അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ മീറ്റിൻ്റെ അത് ഭയങ്കര ടെൻഡറാണ്. ഞാൻ ഇത്രയും ടെൻഡറായിട്ടുള്ള മീറ്റ് ഞാൻ കഴിച്ചിട്ടില്ല വേറെ എവിടെയൊന്നും. എക്സ്പെഷ്യലി മട്ടൺ ഞാൻ ഇത്രയും ഈ കൈ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നൈസായിട്ട് വരുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ എല്ല് നോക്ക്, വിളിച്ചെടുത്ത് വരും. ഭയങ്കര അനുസരണയുള്ളൊരു എല്ല്, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീറ്റ്. കണ്ണടച്ച് തുറക്കുമ്പോൾ ഞങ്ങളത് കലിയാക്കി. ഞങ്ങൾ ആ പ്ലേറ്റ് നക്കി പിടിച്ച് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി മിച്ചം വെച്ചിട്ടുണ്ട്, നമുക്കത്രയും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും സൂഫി മന്തിയിൽ വന്ന് ഒരു തവണ ട്രൈ ചെയ്യണം. ഓക്കെ, ഞാൻ ലൊക്കേഷൻ മെൻഷൻ ചെയ്യാം. ബൈ.